കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ വൈജയന്തിയുടെ സമനില തെറ്റുമെന്ന് ഗംഗാധരൻ മാലതിയോട് പറയുന്നു. തുടർന്ന് ഇരുവരും ബാലചന്ദ്രനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി തീരുമാനിക്കുന്നു. പിന്നീട് മനുവിനെ വിളിക്കുന്ന വൈജ ബാലചന്ദ്രൻ ഇതുവരെ തിരികെ വന്നിട്ടില്ലെന്ന് അറിയിക്കുന്നതോടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് മനു പറയുന്നു. തുടർന്ന് ഇന്നുകൂടി നോക്കിയിട്ട് നാളെ കംപ്ലൈന്റ് ചെയ്യാമെന്ന് വൈജ പറയുന്നു. പിന്നീട് അലീന ജോലിയിൽ നിന്നും പോകുന്ന വിവരം വൈജയോട് പറയുമ്പോൾ ബാലചന്ദ്രൻ വന്നിട്ട് പോയാൽ മതിയെന്ന് വൈജ പറയുന്നു. ഇതിനിടയിൽ ഗംഗാധരനും മാലതിയും ബാലചന്ദ്രനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇരുവരോട് ദേഷ്യപ്പെടുകയും നിങ്ങളുമായി യാതൊരു ബന്ധത്തിനും ഇനി എനിക്ക് താല്പര്യമില്ലെന്നും പറയുന്നു. ശേഷം ബാലചന്ദ്രൻ വൈജയനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതോടെ ഗംഗാധരന് ദേഷ്യം വരുന്നു. തുടർന്ന് ഇത്രയും കാലം എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയിട്ടില്ലെന്നും എന്നാൽ ഇനി ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുമെന്നും നഷ്ടങ്ങൾ നിങ്ങളുടെ സഹോദരിക്ക് മാത്രമായിരിക്കുമെന്നും ബാലചന്ദ്രൻ പറയുന്നു. ശേഷം അവിടെ നിന്നും പോകാനൊരുങ്ങുന്ന ബാലചന്ദ്രനെ ഇരുവരും തടഞ്ഞെങ്കിലും ബാലചന്ദ്രൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് മനു കമലേനെയും കൂട്ടി വൈജയന്തിയുടെ വീട്ടിലെത്തുന്നു. ഇതിനിടയിൽ ബാലചന്ദ്രൻ വണ്ടിയിലിരുന്ന് വീണ്ടും മദ്യപിക്കുകയും വണ്ടിയെടുത്ത് വീണ്ടും യാത്ര തുടരുകയും ചെയ്യുന്നു. പിന്നീട് ബാലചന്ദ്രൻ പോയതിനെപ്പറ്റി വൈജയും കമലയും സംസാരിക്കുകയും എല്ലാത്തിനും കാരണം അലീനയാണെന്നും പറയുന്നു. ഇത് കേട്ടുവരുന്ന മനു വൈജയ്ക്കും കമലയ്ക്കും കണക്കിന് കൊടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.